എന്താ ഇത്? എന്താ ഇവിടെ? ഇവിടെ വല്ലതൊക്കെ നടക്കും. ഒരു കളർ കണ്ടോ? ഇവിടെ ഉണ്ട് കളർ, താഴെ ഉണ്ടോ? ഞാനിവിടെ ഒരു കലക്കോളെ. എടാ, നിന്നെ കൂടെ താമസിപ്പിച്ച അടി കൊള്ളുന്ന അവസ്ഥയാണല്ലോ. എടാ, നിന്റെ ഈ കളർ പരിപാടി കാരണം നേരത്തെ താമസ സ്ഥലത്തും പിടിച്ച് പുറത്താക്കിയത്. ചളമാക്കും നീ. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് കെട്ടിയാ ഞാനെന്തോ ചെയ്യാനാ? ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ. അതെ, അതുകൊണ്ടാണല്ലോ ആ പെണ്ണിന്റെ ആങ്ങളെ നിന്റെ കുത്തിനെ കയറി പിടിച്ചത്. അന്ന് ഞാനില്ലാതെ കാണായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ അങ്ങ് ഞൊട്ടും. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. ഓ പിന്നെ എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും വേണം. എന്നാണാവോ അമൃതകുമാരിയും ആശാചെറിയാനും സീനത്തും സുനന്ദയും ഒക്കെ പച്ചമാങ്ങയും കടിച്ച് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്? ഒരവളുമാരും വരില്ലളിയാ. എല്ലാത്തിന്റെ അക്കൗണ്ട്സ് അപ്പോഴപ്പോഴും സെറ്റിൽ ചെയ്ത് റെസീറ്റ് വാങ്ങും. ഗുഡ് മോർണിംഗ്, മൂസാക്കയാണ്. വാസ്തവം പറഞ്ഞ ഇവിടെ ഒരു കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. പിന്നെ ഉണ്ട്, വയസ്സും പ്രായക്കായിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് ശരിയാവും? നിങ്ങളിങ്ങനെ ചെറുപ്പക്കാർ, നമ്മളിങ്ങനെ ഗ്യാങ് ആവുമ്പോ വെരി ഹാപ്പി. മൂസാക്കയ്ക്ക് ഒരു ചായ കൊടുറേ. എന്നെ കൊണ്ട് വയ്യാൻ ചായ ഉണ്ടാക്കാൻ വേണമെന്നില്ല. ഇത് കുടിച്ചാട്ടാ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മടിയും വിചാരിക്കേണ്ട, മൂസാക്കന്റെ ഹെൽപ്പ് ചെയ്യാൻ. മൂസാക്ക എത്ര കാലമായി ഇവിടെ വാച്ച്മാനായിട്ട്? വാച്ച്മാനോ? വാച്ച്മാനല്ല, ഞാൻ കെയർ ടേക്കറാ. ഓ, കെയർ ടേക്കർ. അല്ല മൂസാക്ക, ഈ ഏരിയയിൽ എങ്ങനെയാ ഭൂരിപക്ഷം? ഈ ഏരിയയിൽ കൂടുതൽ നായന്മാരാ, പിന്നെ മറ്റോരും ഉണ്ട്. അതല്ല, ഈ ഭൂരിപക്ഷം. ഓ, ഭൂരിപക്ഷം അതിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. രണ്ടും ഈക്വലാ, കോൺഗ്രസും ഉണ്ട് കമ്മ്യൂണിസ്റ്റും ഉണ്ട്. അതല്ല, ഓരോ വീടുകളിലും. ഇവിടെ ഓരോ വീട്ടിൽ എത്ര ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടെന്ന് ഇവൻ ചോദിക്കുന്നു. അത് ശരി, അത് സ്ത്രീകളാ കൂടുതൽ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ ആ 19C അവിടെ ആരാ താമസം? 19C ഒരു അമ്മിമോള്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് വഷളാവരുത്. അയൽവക്കത്താരാണെന്ന് അറിയണ്ടേ? പിന്നെ അവരുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ഫാദർ കുവൈത്തിലാ. ഇയാള് 2 കൊല്ലം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ ആ കുട്ടിയുടെ പേരെന്താ? സൗമ്യ. സൗമ്യ, ബ്യൂട്ടിഫുൾ നെയിം. നല്ല സ്മാർട്ട് കുട്ടി, ആര് കണ്ടാലും കൊതിക്കും. വലിയ അളക്കാരിയാ. പിന്നെ ഈ കുട്ടി ഏത് കോളേജ് പഠിക്കുന്നു? കോളേജോ? അതിന് മാത്രം ടൈഗറോള്. ഓ, നഴ്സറിയിലല്ലേ? നഴ്സറിയില്ല. പിന്നെ 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് പോട്ടെ. ഈ 21A ഒരു മാക്സി എല്ലാം കഴി വെളിയിലിട്ടിരിക്കുന്നു. അവിടെ ആര് താമസം? എന്താ എന്നെക്കല്ലേ TV ഓഫാക്കിയേ? മൂസാക്ക അത് കാണണ്ട. ഞമ്മക്ക് അതിനുള്ള പ്രായമല്ലേ? മൂസാക്കയുടെ പ്രായത്തെ ഞങ്ങൾ മാനിക്കണ്ടേ? എന്ത് മാനിക്കാൻ? ഒന്നിച്ചിരുന്ന് കണ്ട ഇങ്ങക്കാണ് അതിന്റെ ഗുണം. കാരണം നിങ്ങൾ കുട്ടികളാ. വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളത് തീർത്ത്. ഓ, അങ്ങനെ ഇവിടെ പാരും ഞങ്ങളുടെ സംശയം തീർക്കണ്ട. കള്ളു കുടിക്കാൻ നേരത്തെ ഒരു മതി. എന്താ 3 ഗ്ലാസ്? ആരാപ്പതിൽ ഒഴിവ്? അല്ല മൂസാക്ക, ഇങ്ങനത്തെ ദിവസം നിങ്ങൾക്കൊരു കമ്പനി ഒന്നുമില്ലേ? നിങ്ങൾ എന്ത് കരുതും? ഒരു ഗ്ലാസ് കുടിഞ്ഞറേ. പിന്നെ കുടിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. ഓരോ പെഗ് കഴിഞ്ഞാ മറ്റേ കാസറ്റ് ഇടണം. അതൊക്കെ ഇരിക്കട്ടെ. രാവിലെ പറഞ്ഞ കാര്യം അങ്ങ് മറന്നോ? അയൽക്കാരെ ഒന്നും ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ല. എന്റെ അല്ലോ, വരുന്നുണ്ടോ റിട്ടയർഡ് കത്തി. ഓസിന് കിട്ടിയ ഒരു 6 പെഗ് ഒന്നിച്ച് തട്ടും. സോറി, ഞാൻ വന്ന് ബുദ്ധിമുട്ടായോ? സാറിരുന്നാട്ടെ. ഞാൻ ഉണ്ണിത്താൻ, റിട്ടയേർഡ് ഇംഗ്ലീഷ് പ്രൊഫസർ, 7Bയിൽ താമസം. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുട്ടികളില്ല, ഞങ്ങളെല്ലാം ബാച്ചിലേഴ്സാ. ഞാൻ കുട്ടികളെന്ന് വിഭജിച്ചത് നിങ്ങളെ തന്നെയാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കുറച്ച് ബ്രാൻഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. സാർ കൂടുന്നോ? അയ്യോ, സാറ് ചായയും കാപ്പിയൊന്നും കഴിക്കില്ല, പാലേ കഴിക്കൂ. നീ എന്തിനാ അവിടെ വന്ന്? എന്താ അവിടെ പരിപാടി നിനക്ക്? ഞാൻ സാറുമാർക്കൊരു ഹെൽപ്പ്. അല്ല, മൂസാക്ക ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ ഉണ്ണി, വിനോദ്, ബോണി, ഇത് മൂസാക്ക. കുട്ടികൾക്ക് അറിയൂ, ഈ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ജംഗിളാണ്. നമ്മളൊക്കെ അതിൽ ശ്വാസം മുട്ടി മരിക്കുന്ന മൃഗങ്ങളും. തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും പരിചയം ഉണ്ടാവില്ല. അയൽവാസിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള മനസ്സുണ്ടാവില്ല. നിങ്ങളെപ്പോലെ സഹൃദയരായ ചെറുപ്പക്കാരെ കണ്ടപ്പോ എനിക്ക് എന്റെ മൊണോട്ടസ് മാറിയതുപോലെ. നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാം. എടുത്ത് കുറേ ഗ്ലാസ്. കൊറേ
നീ ഇത് പോയി വസുന്ധരയോടൊന്നും പറയാൻ നിൽക്കണ്ട. സാറേ ഞാൻ പറയാതെ തന്നെ ഇപ്പൊ അവരറിയില്ലേ, ഒരെണ്ണം കഴിഞ്ഞാൽ തുടങ്ങുമ്പോ കവിത അല്ലേ? സാർ കവിത പാടുവോ? അങ്ങനെയൊന്നുമില്ല. അത് കള്ളം. വലിയ 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 കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, ധാത്രിതൻ മടിയിൽ കിടക്കരുത്, മാറിൽ തിമിർക്കരുത്, കണ്ണിൻ മുലപ്പാൽ കൊതിക്കരുത്, പൂവിന്റെ കണ്ണിൽ നീ നോക്കരുത്, പൂതനാതന്ത്രം പുരണ്ടതാണ്, കുഞ്ഞേ ചിരിക്കരുത്, ചാടിക്കളിക്കരുത്, ആടിക്കളിക്കരുത്, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, തത്രിതൻ മടിയിൽ കിടക്കരുതേ. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, തത്രിതൻ മടിയിൽ കിടക്കരുതേ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയും. അനന്തപത്മനാഭ സാർ വന്നിട്ടുണ്ട്. അനന്തപത്മനാഭന് അതാര്? അത് തൊട്ടടുത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നതാ. IAS ട്രെയിനി. അടുത്ത് തന്നെ കളക്ടർ ആവേണ്ട ആളാ. അതിന് നമുക്കെന്താ? ഈ ഒച്ചയും ബഹളൊന്നും മൂപ്പർക്ക് പിടിക്കൂല. മൂപ്പർ വല്ലാത്ത കണിശക്കാരനാ. എന്താ വെച്ചാ നമുക്ക് മധുര കയറിയോ? കുടിച്ചു കഴിഞ്ഞാ പാടാതിരിക്കാനോ? അല്ല പിന്നെ അല്ല, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അനന്തപത്മനാഭ സാറിന് അതൊരു ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പെരുക്ക പാടിയാ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. പഴത്തൊലി മാങ്ങാത്തൊലി. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന വിധത്തിൽ ബഹളം വെക്കണമെന്നുണ്ടോ? അല്പം കൂടെ ശബ്ദം കുറച്ച് പാടിയാൽ അടുത്ത ഫ്ലാറ്റിലുള്ളവർക്ക് കിടന്നുറങ്ങാം. ഇവിടെ ആരോടും ഉറങ്ങണ്ടെന്ന് ഞങ്ങള് പറഞ്ഞില്ലോ. ഇല്ല. കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ ഉപകാരമായിരിക്കും. വെള്ളം അടിച്ചാ ഞങ്ങൾക്ക് സ്വല്പം മാന്യത കുറവാ. പ്ലീസ് എക്സ്ക്യൂസ് മീ. അങ്ങനെ പഴത്തൊലി മാങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി കിണക്കര 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 പഴത്തൊലി മാങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി ഏറ്റവും കൂടെ ഇട്ട് വച്ച ഈ ചാരായം. ചാരായം ചാരായം ചാരായം. വസുന്ധരേ, വസുന്ധരേ. വരതേ വസുന്ധരേ, വിസ്മയം വിടർത്തുന്ന നിസ്തുല തേജസാർന്ന നിൻ തിരുമുഖം മ്ലാനമാകുവതെന്തേ വസുന്ധരേ? എവിടെയായിരുന്നു ഇന്ന്? ഇന്നലെ കൊളീക്കിന്റെ ഷഷ്ടിപൂർത്തി, മിനിയാന്ന് ഓൾഡ് സ്റ്റുഡന്റിന്റെ വെഡിങ് ആനിവേഴ്സറി. എവിടെയെങ്കിലും പോയി ഓസിനകത്താക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ? താഴത്തെ പുതിയ താമസക്കാരെ ഒന്ന് പരിചയപ്പെടാൻ പോയതാ. വിദ്യാസമ്പന്നരായ 3 ചെറുപ്പക്കാര്. എന്തൊരു സ്നേഹം, എന്തൊരു വിനയം. ഉണ്ണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലാൽ അവരുമായി യാതൊരു കമ്പനിയും വേണ്ട. ബാച്ചിലേഴ്സാ 3 പേരും. ഇന്ന് ഈ പരിചയപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് നാളെ മുതൽ അവർ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങും. വസുന്ധരേ, നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞ പിള്ളേരാ അവര്. പിന്നെ വേണ്ട, വിസ്തരിക്കണ്ട. ഇവിടെ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുള്ള കാര്യം ഓർമ്മ വേണം. ഓർമ്മയുണ്ട്. പരിചയപ്പെട്ട ഉടനെ കയറി അങ്ങ് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? സമയം വരട്ടെ. നീ ആ കറികളൊക്കെ ഒന്ന് പറഞ്ഞു.